10-ാം വാക്യം. സങ്കീർത്തനങ്ങൾ 88-6, 89-26, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം 16-ാം വാക്യം, 64-5, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം, 19-ാം വാക്യം, 31-ാം അധ്യായം 9-ാം വാക്യം, മലാക്കി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം, 2-ാം അധ്യായം 10-ാം വാക്യം, പഴയ നിയമത്തിൽ 15 പ്രാവശ്യമാണ് സ്വർഗസ്നായ പിതാവ് അല്ലെങ്കിൽ പിതാവ് എന്ന പദം, ഹെവൻലി ഫാദർ ഓർ ഫാദർ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ദൈവത്തെ അവർ പിതാവെന്ന് വ്യക്തമായിട്ട് വിളിക്കുന്നില്ല പഴയ നിയമത്തിൽ. എന്നാൽ യേശുക്രിസ്തു നമ്മുടെ രക്ഷയ്ക്കായി രക്ഷിതാവായി വന്നപ്പോഴാണ് ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവ് എന്ന പേരിൽ വെളിപ്പെടുത്തിയത്. എന്നാൽ യേശുക്രിസ്തു നമ്മുടെ രക്ഷയ്ക്കായി വന്നപ്പോഴാണ് ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവ് എന്ന പേരിൽ വെളിപ്പെടുത്തി. മത്തായി സുവിശേഷം 6:9. മത്തായി 6:9. ഏകദേശം 110 പ്രാവശ്യം സുവിശേഷങ്ങളിൽ പിതാവെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. 110 പ്രാവശ്യം സുവിശേഷങ്ങളിൽ പിതാവെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഞാൻ 110 പ്രാവശ്യം പറഞ്ഞത് സുവിശേഷങ്ങളിൽ മാത്രമാണ് കേട്ടോ. എന്നാൽ പുതിയ നിയമത്തിൽ ആകെ 350 പ്രാവശ്യം, പുതിയ നിയമത്തിൽ ആകെ 350-ലധികം പ്രാവശ്യം, 50 അല്ല 50-ലധികം പ്രാവശ്യം ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചിട്ടുണ്ട്. പിതാവ്, സ്വർഗസ്നായ പിതാവ്, അല്ലേ? പിതാവായ ദൈവം, പുത്രനായ ദൈവം എന്നുള്ളതിൽ പിതാവായ ദൈവം എന്നൊക്കെ. കൂടാതെ സ്വർഗത്തിൽ വസിക്കുന്നവൻ, നമ്മുടെ സൃഷ്ടിതാവ്, ആത്മീയ ജനനം തരുന്നവൻ, ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ? സ്വർഗത്തിൽ വസിക്കുന്നവൻ, നമ്മുടെ സൃഷ്ടിതാവ്, ആത്മീയ ജനനം തരുന്നവൻ, സകലത്തിന്റെയും കാരണഭൂതൻ, നിയന്ത്രിതാതാവ്, അധികാരി, എല്ലാറ്റിനും മീതെയുള്ളവൻ, കരുതുന്നവൻ, എന്നിങ്ങനെയുള്ള
അർത്ഥമാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന പേരുകൊണ്ട് വിവക്ഷിക്കുന്നത് അഥവാ അർത്ഥമാക്കുന്നത്, മനസ്സിലാക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവ് എന്ന് നമ്മൾ വിളിക്കുമ്പോൾ, ഒന്നുകൂടെ ഞാൻ പറയാം, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കണക്ട് ചെയ്ത് എഴുതണം. സ്വർഗത്തിൽ വസിക്കുന്നവൻ, നമ്മുടെ സൃഷ്ടിതാവ്, ആത്മീയ ജനനം തരുന്നവൻ, സകലത്തിന്റെയും കാരണഭൂതൻ, നിയന്ത്രിതാതാവ്, അധികാരി, എല്ലാറ്റിനും മീതെയുള്ളവൻ, കരുതുന്നവൻ എന്നിങ്ങനെയുള്ള അർത്ഥമാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന പേരുകൊണ്ട് വിവക്ഷിക്കുന്നത്. യേശുക്രിസ്തുവിലൂടെ നാം രക്ഷ പ്രാപിച്ചപ്പോൾ ദൈവം നമ്മെ കൈക്കൊണ്ട് അവിടുന്ന് നമ്മുടെ പിതാവും നാം അവിടുത്തെ മക്കളുമായി തീർന്നിരിക്കുന്നു. യോഹന്നാൻ 1:12. അതിനാൽ ദൈവത്തെ അബ്ബ പിതാവ് എന്ന് വിളിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. റോമർ 8:15. റോമലേഖനം 8:15 വായിച്ചാട്ടെ. റോമാലേഖനം 8:15. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ആമേൻ. ഒരു വലിയ സബ്ജക്റ്റ് ആണ്. ഒരു വാക്കിൽ മാത്രം ഞാൻ അതൊന്ന് ജസ്റ്റ് പറഞ്ഞു വിടാം. നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് നാം പ്രാപിച്ചത്. ഇതുവരെ നമ്മൾ ദാസന്മാരായിരുന്നു. ദാസന്മാർക്ക് തൊട്ടു മുൻപ് നമ്മൾ അന്യരായിരുന്നു. അപ്പോൾ അന്യരായിരുന്നവർ ദാസന്മാരായി, ദാസന്മാര് മക്കളായി, അവരെ പുത്രന്മാർ, മക്കൾ എന്ന അവകാശത്തിലേക്ക് കൊണ്ടുവന്നു. ഒരു ദാസൻ ആ ദാസന്റെ ഭവനത്തിൽ ഇടപെടുന്നത് പോലെയോ പ്രവർത്തിക്കുന്നത് പോലെയോ അല്ല ഒരിക്കലും ഒരു പുത്രൻ അവന്റെ വീട്ടിൽ, അല്ലെങ്കിൽ മക്കൾ അവരുടെ വീട്ടിൽ ഇടപെടുന്നതും പ്രവർത്തിക്കുന്നതും. വളരെ സിമ്പിളായ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മുടെ മക്കള്, അവർക്ക് ദാഹിക്കുന്നു, വെള്ളമെടുത്ത് കുടിക്കാൻ അടുക്കളയിൽ പോയി വെള്ളം കുടിക്കുന്നതിന് അമ്മേ ഞാൻ വെള്ളം കുടിച്ചോട്ടെ എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പ ഞാൻ വെള്ളം കുടിച്ചോട്ടെ എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല. ഇന്ദിരാ സിസ്റ്റർ ഒന്ന് മ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇനി വിശക്കുന്ന സമയത്ത് ഭക്ഷണം എടുത്ത് കഴിക്കാൻ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമൊന്നും മക്കൾക്കില്ല. അവര് അടുക്കളയിൽ പോയി എന്ത് ചെയ്യും? എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് കഴിക്കും. അത് അവകാശമാണത്. പക്ഷെ ദാസന്മാർക്ക് അതൊരിക്കലും സാധ്യമല്ല. ദാസന്മാരെന്ത് വസ്തു എടുക്കണമെങ്കിലും, ഒരു മൊട്ടുസൂചി എടുക്കണമെങ്കിലും വിത്ത് പെർമിഷൻ ഓൺലി. വിത്തൗട്ട് പെർമിഷൻ നോ ചാൻസ് ടു ടേക്ക്. അതാണ്. ഇനി അവർക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ദാസന്മാർക്ക് അവിടെ താമസിക്കാം, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാം, ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, ഭക്ഷണം ഉണ്ടാക്കാം. എല്ലാത്തിനും ദാസന്മാർക്ക് അവകാശം ഇല്ല എന്ന്, അല്ലെങ്കിൽ അവർക്ക് ഇല്ല എന്നുള്ളതല്ല. അവരാ വീട്ടിലെ താമസിക്കുന്നേ, അവരാ വീട്ടിലെ ഭക്ഷണം കഴിക്കുന്നേ,
ആ വീട്ടിലെ യജമാനന്റെ എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യുന്ന അനുസരിച്ച് അതിൽ എല്ലാ പങ്കും അവർക്കുണ്ട്. പക്ഷെ എപ്പോഴും ആ കൊടുത്തിരിക്കുന്ന പങ്കെന്ന് പറയുന്നത്, സ്ഥാനം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും യജമാനന്റെ പെർമിഷൻ ദാസൻ ആവശ്യമാണ്. ഇവൻ ഒരു വീട്ടിലെ കാര്യസ്ഥനാണെങ്കിൽ പോലും, ഇല്ലേ, പഴയ വീടുകളിലൊക്കെ കാര്യസ്ഥന്മാരുണ്ട്. ആ കാര്യസ്ഥനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്തുണ്ട്? എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് ഒരു പെർമിഷൻ, കാനായി, ഞാൻ ചെയ്തോട്ടെ, ഞാൻ പ്രവർത്തിച്ചോട്ടെ. പക്ഷെ മക്കൾ എന്ന അവകാശത്തിലേക്ക് വരുമ്പോൾ ആ സംഭവയെ മാറിപ്പോയി. മക്കൾ എന്ന അവകാശത്തിൽ നമ്മൾ പേരൻസിനോട് ചോദിക്കണം, ചോദിച്ച കാര്യങ്ങൾ ചെയ്യാവുന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ആ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു അതോറിറ്റി അവിടെ കിടപ്പുണ്ട്, അല്ലേ? മക്കൾക്ക് പക്ഷെ അവർക്ക് ഭക്ഷണം എടുത്ത് കഴിക്കാനും വസ്ത്രം എടുത്തിടാനും അവർക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനും അവിടെ എന്തില്ല, അവകാശമില്ലാണ്ടാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്, ആ പിതാവിന്റെ മക്കൾ എന്നൊരു അവകാശം യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാനങ്ങൾ മാറി. ജാതികളായിരുന്ന, അന്യരായിരുന്ന, പരദേശികളായിരുന്ന, ആർക്കും വേണ്ടാതെ കിടന്ന നമ്മെ ഇന്നും എന്റെയും നിങ്ങളുടെയും ലോകപ്രകാരമുള്ള നമ്മുടെ ഭവനത്തിലെ ആളുകൾ, വ്യക്തികൾ, നമ്മെ കരുതേണ്ടവർ, നമ്മെ ചേർത്ത് പിടിക്കേണ്ടവർ, നമ്മെ അകറ്റി നിർത്തുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ, ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ, ഈ ഡിവിസിൽ, ഈ പ്ലാറ്റ്ഫോമിൽ ദൈവദിനം പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന നിങ്ങൾ അവരെക്കാൾ ശ്രേഷ്ഠരായി, അവരെക്കാൾ അധികാരമുള്ളവരായി, അവരെക്കാൾ മാന്യരായി മക്കൾ എന്ന പദവിയിലേക്ക് ദൈവം കൊണ്ടുവന്ന്, ആമേൻ, ആ അവകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുന്നത് ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. അങ്ങനെയാണെങ്കിൽ അതിനകത്തൊരു കാര്യം കൂടെ പറഞ്ഞ് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തരും. വേറൊന്നും ചെയ്യണ്ട. വീട് ആവശ്യമാണോ? നമുക്കൊരു വാഹനം ആവശ്യമാണോ? വൺസ് നമ്മൾ പറഞ്ഞു, കർത്താവ്, എനിക്കൊരു വീട് ആവശ്യമാണ്, എനിക്കൊരു വാഹനം ആവശ്യമാണ്, കുഞ്ഞുങ്ങളുടെ ഭാവി. ആ വിഷയത്തെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ സ്തോത്രത്തിൽ ജാഗരിച്ചാൽ മതി. കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ അറിയുന്നു, ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരുന്നതിനായി സ്തോത്രം, നടത്തി തന്നതിനായി സ്തോത്രം, നടത്തി തരാൻ പോകുന്നതിനായി സ്തോത്രം. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവം മഹത്വപ്പെട്ടാൽ, അല്ലേ, എത്ര കോപിഷ്ഠനായിരിക്കുന്ന അപ്പനാണെങ്കിലും അപ്പനെ അമ്മേനും പ്രസാദിപ്പിച്ചാൽ അവരുടെ മനസ്സലിയും, അല്ലേ? വിശന്നിരിക്കുന്ന കാണുമ്പോൾ അവരുടെ മനസ്സൊന്ന് അലിയും. നമ്മുടെ അപ്പൻ അങ്ങനെയാണ്. നമ്മുടെ പ്രാർത്ഥന കേട്ട്, അതാണ് യോന ശക്തമായി നിനവയെ കുറിച്ച് പ്രസംഗിച്ചു, നിങ്ങൾ നശിച്ചു പോകും. പക്ഷെ അവര് ഉപവസിച്ച് വെണ്ണീറിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അപ്പന്റെ ഹൃദയം അലിഞ്ഞോ? അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം എന്ത് ചെയ്തു? മാറിപ്പോയി. ദൈവം അനുതപിച്ചു. അതാണ് യോവേൽ പ്രവാചകന്റെ പുസ്തകം ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിലൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി. ഒരു പ്രസംഗമല്ല, ക്ലാസ് ആണെങ്കിലും ഞാൻ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം ചേർത്ത് പറഞ്ഞതാണ്. ഇപ്പൊ സ്വർഗസ്ഥനായ പിതാവ് എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അതിന്റെ മാഹാത്മ്യം
ഇത് നമ്മുടെ സഭകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, അവരെ പഠിപ്പിക്കണം. ആ കാഴ്ചപ്പാടോടുകൂടെ നമ്മൾ പഠിക്കണം, ആ കാഴ്ചപ്പാടോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കണം, ആ കാഴ്ചപ്പാടോടുകൂടെ നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കണം. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? പ്രവർത്തിക്കും. ക്ലാസ് ആണെങ്കിൽ ഞാനൊരു കാര്യം ചേർത്ത് പറയട്ടെ. ഒന്ന്, ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി പുതിയൊരു വഴി തുറക്കുന്നു എന്നുള്ളതിൻ്റെ, പുതിയ വാഗ്ദത്തങ്ങൾ തുറക്കുന്നു എന്നുള്ളതിൻ്റെ ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം ഞാൻ പറയാം. ഒന്ന്, ദൈവം നമുക്ക് പുതിയൊരു വാതിൽ തുറക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വരെ നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ട ചില വാതിലുകൾ അടയും. രണ്ട്, ദൈവം നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി ചെയ്യാൻ പോകുന്നുണ്ട് എങ്കിൽ ഇതുവരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തവർ സപ്പോർട്ട് ചെയ്യുന്നത് നിർത്തും. മൂന്ന്, ദൈവം നിങ്ങളെ ഒരു വ്യത്യസ്തനായി ഒരു പുതിയ തലത്തിലേക്ക്, അല്ലെ പുതിയൊരു സ്റ്റേജിലേക്ക്, പുതിയൊരു വഴിത്തിരിവിലേക്ക് നിങ്ങളെ നയിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നലെ വരെ അല്ലെ ഇന്നു വരെ നിങ്ങളോട് കൂടെ നടന്ന കൂട്ടുകാർ, സ്നേഹിതർ നിങ്ങളെ ഒറ്റപ്പെടുത്തും. ഇനി ദൈവം ചില ദൈവപ്രവർത്തികൾ ചെയ്യാൻ പോകുന്നു, അതിനുവേണ്ടി ഒരുങ്ങണം, പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നും, വചനധ്യാനത്തിൽ മടുപ്പ് തോന്നും, ഒറ്റപ്പെടലുണ്ടാകും, എന്തോ ആത്മീക കാര്യങ്ങളിൽ നിങ്ങൾ പുറകോട്ട് പോയതുപോലെ ഫീൽ ചെയ്യും. അവിടെയും ദൈവത്തിന്റെ പ്ലാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലാത്ത പ്രതിസന്ധി, ഇതുവരെയും ഞാൻ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്തൊരു പ്രതികൂലം, ഒരു വൻമതിൽ പോലെ നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ദൈവം ഒരു വലിയ വാഗ്ദത്തം നിറവേറ്റാൻ പോകുകയാണ്. നമ്മൾ ആ സമയത്തൊന്നും പിറുപിറുക്കേണ്ട ആവശ്യമില്ല. വിധേയപ്പെട്ട് താഴ്മയോടെ പ്രാർത്ഥനയോടെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ, ഇന്ന് ഈ ക്ലാസ്സിൽ വെച്ച് ഞാൻ പറയാം, ഇതിനകത്ത് നിങ്ങളെ ഒരു അസാധാരണമായ ദൈവിക വിടുതലുകൾ, ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി ദൈവം നമ്മിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ വീട്ടിൽ അത് ഉണ്ടാകണം, എൻ്റെ കുടുംബത്തിൽ അത് കാണണം. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകരുത്. ഒരു പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ട്, ഒരപ്പൻ നമുക്കുണ്ട്, മരണമില്ലാത്ത, മാറ്റമില്ലാത്ത, പ്രവർത്തിപ്പാൻ കഴിയുന്ന ശക്തനായ ഒരു അപ്പൻ നമുക്ക് സ്വർഗത്തിലുണ്ട്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ ദൈവം എന്ന വിഷയമാണ് നമ്മൾ പഠിച്ചത്. ദൈവത്തിന്റെ വിവിധ പേരുകളായിരുന്നു, വിവിധ പേരുകൾ അല്ലെങ്കിൽ വ്യത്യസ്തമായി ഉള്ള പേരുകൾ. അതിൽ വിവിധ തരത്തിൽ നിന്നുകൊണ്ട്, വിവിധ ആംഗിളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നതും കാണുന്നതും മനസ്സിലാക്കുന്നതും. അതിൽ ഒന്ന് ദൈവം, രണ്ട് യഹോവ, മൂന്ന് യേശുക്രിസ്തു, നാല് കർത്താവ്, അഞ്ച് സ്വർഗസ്ഥനായ പിതാവ്. അഞ്ചെണ്ണമാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി ദൈവത്തെ പറ്റിയുള്ള മനുഷ്യന്റെ ധാരണകൾ, അടുത്ത ഹെഡിങ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു ഒത്തിരി പോകും, അതുകൊണ്ടാണ് ഞാൻ വേഗം സ്റ്റോപ്പ് ചെയ്തത്. കാരണം വലിയൊരു ദൈവ സാന്നിധ്യം ഇന്ന് ഈ ക്ലാസ്സിലുണ്ട് കേട്ടോ. നിങ്ങൾ ഇരിക്കുന്ന റൂമിനകത്തൊക്കെ നമ്മൾ ബൈബിൾ ക്ലാസ്സിൽ ഇരിക്കുന്നെങ്കിൽ ഒരു വലിയ ദൈവ സാന്നിധ്യമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കും. കഴിഞ്ഞ ചില ദിവസങ്ങളായ 21 ദിവസത്തിലധികമായിട്ട് ഞാനും ഒരു നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ്. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഒക്കെ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ദൈവത്തെ പറ്റിയുള്ള മനുഷ്യന്റെ ധാരണകൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ
ദൈവത്തെ പറ്റി പലരും പല വിധത്തിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലേ? നമ്മുടെ സമൂഹം മുഴുവൻ പല രീതിയിലാണ് ദൈവത്തെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത്. എല്ലാവരുടെയും ചിന്താഗതികളെ വിശദമായി ഇവിടെ പ്രതിപാദിക്കുക നമുക്ക് കഴിയത്തില്ല. ഒരുപാട് ജനം, കോടാനുകോടി ജനം, അവർക്ക് പല വ്യത്യസ്തമാകുന്ന ചിന്താഗതികളുള്ള ദൈവത്തെ പറ്റി. എന്നാൽ പ്രധാനപ്പെട്ട ചില വ്യക്തികൾ, ചില വേദപണ്ഡിതന്മാർ, ചില തിയോളജിയൻസ്, ശാസ്ത്രജ്ഞന്മാർ, അതുപോലെ തന്നെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച നമ്മുടെ മഹാന്മാര്, ഇങ്ങനെയുള്ള ചില വ്യക്തികൾ നടത്തിയ പഠനങ്ങളെ പറ്റിയൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. അമാനുഷികവും അദൃശ്യവും അപ്രമാദിത്വവുമുള്ള ഒരുവനാണ് ദൈവം. ഇതാണ് ദൈവവിശ്വാസികളായ എല്ലാ ആൾക്കാരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു വസ്തുത, അല്ലേ? മാനുഷികമല്ല, അമാനുഷികമായ ഒരു ശക്തി. അദൃശ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ ആ നിലയിലുള്ള ഒരു കാഴ്ചപ്പാട്. ദൈവം ഇവിടെയുണ്ട്, അവിടെയുണ്ട്, ദൈവത്തെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇല്ല, ഉണ്ട്, പല പല അഭിപ്രായങ്ങളാണ്. പക്ഷെ ദൈവമക്കളായ നമ്മൾ വിശ്വസിക്കുന്നു യേശുക്രിസ്തുവാണ് യഥാർത്ഥമായ ദൈവത്തെ നമ്മുടെ മുമ്പിൽ അക്ഷരികമായി കാണിച്ചു തന്നിരിക്കുന്നത്. അല്ലാതെ ദൈവത്തെ കണ്ട പലരും ഉണ്ട്. ആദമിന് ഏദൻ തോട്ടത്തിൽ ദൈവം കൂടെ നടന്നു, ദൈവ ശബ്ദം കേട്ടവരുണ്ട്, ഇല്ലേ? ഇപ്പോൾ അങ്ങനെ വ്യത്യസ്തമാകുന്ന ചിന്തകളൊക്കെ നമുക്കുണ്ട്. അതുപോലെ അപ്രമാദിത്വവുമുള്ള ഒരു പ്രമാണിമാരുടെ അധികാരമോ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലും രാഷ്ട്രീയ മത നേതാക്കന്മാരുടെ അധികാരത്തിനകത്തോ ഒതുങ്ങി നിൽക്കുന്നയാളല്ല ദൈവം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ രാജാവ് അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിനകത്ത് നിൽക്കുന്നയാളല്ല ദൈവം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനൊരു സംവിധാനം ഉണ്ടല്ലേ? ഒരു നിയമസഭയുണ്ട്, അതിനൊരു ഓർഡറുണ്ട്. വിവിധ രാജ്യങ്ങൾക്ക് അതിൻ്റെതായ പ്രമാണങ്ങളുണ്ട്, മതങ്ങൾക്കുണ്ട്. പക്ഷെ അതിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല ദൈവം. അതിനും അപ്പുറമാണ് ദൈവം എന്ന് പറയുന്നത്. അതാണ് ദൈവവിശ്വാസികളായ ആളുകൾ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വസ്തുത. എന്നാൽ അതെങ്ങനെ, ഏതളവിൽ, ഏത് രൂപത്തിൽ എന്നുള്ളതാണ് ചിന്താവിഷയം. അത് എങ്ങനെ, ഏതളവിൽ, ഏത് രൂപത്തിൽ, എങ്ങനെ, ഏതളവിൽ, ഏത് രൂപത്തിൽ എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. അതിൽ ചില ചിന്തകൾ നമുക്ക് പഠിക്കാം, ചില ചിന്തകൾ പഠിക്കാം. ഒന്ന് എഴുതിക്കണം. ഒന്ന് പാൻതിയാസം. പാൻതിയാസം, പാൻതീസം. പാൻതീസം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? പാൻതീസം പാൻതീസം പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തെയും സർവപ്രപഞ്ചത്തെയും ഒന്നായി കരുതുന്ന സിദ്ധാന്തമാണ് പാൻതിയാസം. പ്രപഞ്ചവും ദൈവവും ഒന്നാണ്. അവര് പറയുന്നു ഈ പ്രപഞ്ചമല്ലാതെ മറ്റൊരു ദൈവമില്ല. പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോന്നും ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകളാണ്. ഒന്നുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായി മനസ്സിലാകും. അവര് പറയുന്നതനുസരിച്ച് പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ വസ്തുവിലും, സൂര്യനാകാം, ചന്ദ്രനാകാം, നക്ഷത്രങ്ങളാകാം, ആകാശമാകാം, വൻമലകളാകാം, നദികളാകാം, സമുദ്രങ്ങളാകാം, ഇവയിലെല്ലാം ദൈവത്തിന്റെ ഒരു അംശം അടങ്ങിയിരിക്കുന്നു. ഇതിലെല്ലാം ദൈവത്തിന്റെ ഒരു അംശം അടങ്ങിയിരിക്കുന്നു.
പല വാദങ്ങൾ ഈ സിദ്ധാന്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ സിദ്ധാന്തങ്ങൾ ദൈവത്തിന്റെ ആസ്തിക്യത്തിനും പ്രവർത്തനത്തിനും സ്ഥാനം നൽകുന്നില്ല. ഈ സിദ്ധാന്തം പാൻതിയാസം ദൈവത്തിന്റെ ആസ്തിക്യം അല്ലേ, പ്രവർത്തനത്തിന് എന്ത് ചെയ്യുന്നില്ല, സ്ഥാനം നൽകുന്നില്ല. പ്രപഞ്ചത്തെ ദൈവമായി കാണുന്നത് മൂലം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും വസ്തുക്കളുടെ നിർമ്മാതാവും ജീവന്റെ ഉറവിടവുമായ ദൈവത്തെ മാറ്റി നിർത്തുന്നു. ഈ കാരണത്താൽ പ്രപഞ്ചത്തെ ദൈവമായി കാണുന്നത് മൂലം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും വസ്തുക്കളുടെ നിർമ്മാതാവും ജീവന്റെ ഉറവിടവുമായ ദൈവത്തെ എന്ത് ചെയ്യുന്നു, മാറ്റി നിർത്തുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും പരിചയത്തിലുള്ള ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ടീമിനെ? എന്ത് നമ്മുടെ അനിൽ സഹോദരൻ, അനിൽ ബ്രദർ, അനിൽ സഹോദരൻ ഉണ്ടല്ലോ ഇതിനകത്ത്, എന്തു പറയുന്നു? അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ അങ്ങനെയുള്ള ആളുകളെ പറ്റി? ദൈവമാണോ? അല്ല, അവര് പറയുന്ന അനുസരിച്ച്, അവര് പറയുന്നത് പ്രപഞ്ചത്തില് ഗ്രൂപ്പിനെ പറ്റി അറിയുന്നുണ്ടോ, അറിയാവോ? സൂര്യനോ? അവര് പറഞ്ഞ പ്രപഞ്ചം, ഞാൻ ആ പറഞ്ഞ ഭാഗം മനസ്സിലായോ? ദൈവത്തെയും സർവപ്രപഞ്ചത്തെയും ഒന്നായി കരുതുക. സാർ, ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് അതാണോ? അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ. യൂണിവേഴ്സൽ വർഷിപ്പേഴ്സ്. യൂണിവേഴ്സ്, അതിലും നമ്മുടെ ആക്ടർ വരെ ഉണ്ടല്ലോ, വലിയ ആക്ടർ. യെസ്, പേര് പറയണില്ല, അത്രേ ഉള്ളൂ. അതെ അതെ അതെ, യൂണിവേഴ്സൽ വർഷിപ്പേഴ്സ് ഉണ്ട്. അവര് സൂര്യനെ ആരാധിക്കും, ചന്ദ്രനെ ആരാധിക്കും, എന്തിനാ കടലിനെ വരെ ആരാധിക്കുന്നവരുണ്ട് അല്ലേ, കല്ലിനെ. ഈ ആഫ്രിക്കൻ നാടുകളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആരാധനകൾ മുഴുവൻ അങ്ങനെയാണ്. പിന്നെ ട്രൈബൽസിന്റെ ഇടയിലുള്ള ആരാധന, നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ ഒരുപാട് ഈ ഗോത്രവർഗങ്ങൾ, ആദിവാസികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവർ. അവരുടെ ആരാധനയെല്ലാം അങ്ങനെയാ, വൻ മരങ്ങളെ ആരാധിക്കും. അവർ വിശ്വസിക്കുന്നത് എന്താണ്? ഇനി പാമ്പിനെ ആരാധിക്കുന്നവരില്ലേ, സർപ്പത്തെ ആരാധിക്കുന്നവര്, മയിലിനെ ആരാധിക്കുന്നവരുണ്ട്, മയിൽ, ഗരുഡനെ ആരാധിക്കുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി നമ്മളെ പ്രപഞ്ചത്തിൽ, സൂര്യനെ ചന്ദ്രനെ ആരാധിക്കുന്ന സ്വാഭാവികം അല്ലേ. വിശുദ്ധ ബൈബിളിൽ തന്നെയുണ്ട്, അപ്പോസ്തലനായ പൗലോസും ശീലാസും ഒക്കെ കൂടെ ചെന്നപ്പോ അവരെ കുറിച്ച് പറഞ്ഞ എന്താണ്? ഇന്ദ്രനും ഭഗവാന്മാര് നമ്മുടെ അടുക്കൽ വന്നിരിക്കുകയാണ് അല്ലെ, ദൈവം നമ്മുടെ അടുക്കൽ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ ആ ഒരു വിഭാഗത്തിൽ അവരിലൂടെ ചെയ്ത ദൈവപ്രവൃത്തി കണ്ടിട്ട് അവരെ ആരാധിക്കുക. അപ്പൊ അവര് ദൈവമേ ഞങ്ങളെ ആരാധിക്കില്ലേ അല്ലേ, ഞങ്ങളെ അവിടുന്ന് മാറ്റി നിർത്തിയുള്ള ഒരു ആരാധന. അപ്പൊ അങ്ങനെ പ്രപഞ്ചത്തിലൂടെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെ എന്താണോ, അത് മലകളാകാം കുന്നുകളാകാം, അതിലൂടെ ആരാധിക്കുന്ന രീതിയാണ് പാൻതിയാസം. ഈ സിദ്ധാന്തം പറയുന്നത് അങ്ങനെയാണ്. രണ്ടാമത്തത് ബഹുദൈവ വിശ്വാസം അല്ലെങ്കിൽ ബഹുദൈവവാദം. ബഹുദൈവവാദം എന്താന്ന് പറയാമോ സരിത സിസ്റ്ററെ? ബഹുദൈവവാദം പറയാമോ സരിത സിസ്റ്റർ അല്ലേ?
സരസ്വല്ലേ എവിടെ ഇല്ലേ? സ്ഥലത്തില്ലേ ആള്? വീഡിയോ കാണുന്നില്ല. ബഹുദൈവവാദം എന്താണ്? ബഹുദൈവവാദം ആ സിദ്ധാന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറയാമോ? ഒന്നിൽ കൂടുതൽ ദൈവങ്ങൾ ഉണ്ടെന്നുള്ള. ഒന്നിൽ കൂടുതൽ ദൈവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ബഹുദൈവം. ബഹുവചന ആ പദം കേൾക്കുമ്പോഴേ നമുക്കറിയാലേ ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടെന്നുള്ളൊരു വാദമാണ്. ദേവന്മാരെ ആരാധിക്കുന്നത്, വിശ്വസിച്ച് ആരാധിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇതിലുള്ളത്. വിശ്വസിച്ച് ആരാധിക്കുക, ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിച്ച് ആരാധിക്കുക, അതാണ് ബഹുദൈവവാദം. പ്രാചീന മതങ്ങൾ മിക്കവാറും ഉള്ളതെല്ലാം ബഹുദൈവ വിശ്വാസമുള്ളതാണ്, അല്ലേ? പ്രാചീന മതങ്ങൾ, അത് ഏത് മതം എടുത്ത് പഠിച്ചാലും അതിനകത്ത് ഒന്നിലധികം. ഹൈന്ദവ വിശ്വാസപ്രകാരം നമ്മൾ പഠിക്കുമ്പോൾ ആ ഇതിഹാസങ്ങളെല്ലാം പറയുന്നത്, ഇതിവൃത്തങ്ങളെല്ലാം പറയുന്നത്, ഐതിഹ്യങ്ങളെല്ലാം പറയുന്നത് ബഹുദൈവങ്ങളെ പറ്റിയാണ്. സ്വാഭാവികമായി ഒരു മനുഷ്യൻ ജനിച്ചു, ആ മനുഷ്യൻ ജനിച്ച് വളർന്ന മനുഷ്യന്റെ സ്വാഭാവികമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. എന്നാൽ ആ സ്വാഭാവിക പ്രവർത്തനങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇച്ചിരി പവർഫുൾ ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ, ഇപ്പൊ ഒരു രാജ്യം ഭരിക്കുന്ന രാജാവ് തന്റെ അധികാരം ഉപയോഗിച്ച് സാധാരണ ചെയ്യുന്നതിൽ അപ്പുറമായിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ, ഇനിയിപ്പോ ഓണം നമ്മുടെ അടുത്ത് വരുവാണല്ലോ, ഓണം വരുമ്പോൾ എന്താ ഓണം എന്ന് പറയുന്നത്? ഈ കേരളത്തെ ഭരിച്ച ഒരു രാജാവ് എന്ന് മാത്രമേ ഉള്ളൂ. അന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തെ ഭരിച്ച സന്തുഷ്ടമായ രീതിയിൽ സമ്പൽ സമൃദ്ധിയോടെ, ആനന്ദത്തോടെ, സ്നേഹത്തോടെ എല്ലാവർക്കും പട്ടിണി പാവങ്ങളെ കരുതിയ, വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകിയ, രാജ്യത്തുള്ള ആളുകളെ സ്നേഹിച്ച ഒരു നല്ല രാജാവായിരുന്നു മഹാബലി എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് അതിൽ അവർ കൊടുക്കുന്നത്. എന്നാൽ അസുര വംശത്തിൽ നിന്നൊരു വ്യക്തി വന്നു, വേഷം മാറി വന്നു ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം ഒരു കൊച്ചു ബാലന്റെ രൂപത്തിൽ വന്നിട്ട് രാജാവിനോട് അപേക്ഷിച്ചു. രാജാവ് എന്ത് ചെയ്തു? എന്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഒരു പാവപ്പെട്ടവനാണ്, എനിക്ക് 3 അടി മണ്ണ് വേണം. ശരി, നിനക്ക് 3 അടി മണ്ണല്ലേ ആവശ്യമുള്ളൂ, നീ എടുത്തോളാൻ പറഞ്ഞു. 1 അടി മണ്ണ് അളന്നപ്പോൾ കേരളത്തിന്റെ പകുതിയോളമായി. 2ാമത്തെ കാല് വെച്ചപ്പോൾ കേരളം മുഴുവനായി. 3ാമത്തേത് സ്ഥലമില്ലാത്ത കൊണ്ട് തന്റെ തല പറഞ്ഞ വാക്ക് പാലിക്കേണ്ടത് കൊണ്ട് വെച്ചു കൊടുത്തു എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഐതിഹ്യങ്ങൾ. ഇങ്ങനെ ഒരുപാട് ആശയങ്ങളാണ്. ആ ആശയങ്ങൾ പറഞ്ഞത് ഇതൊരു കഥയാകാം, നടന്ന സംഭവങ്ങളാകാം, ഐതിഹ്യങ്ങളാകാം, ഇതിഹാസങ്ങളാകാം, ഇതിവൃത്തങ്ങളാകാം, എന്തുമാകാം. അതിനകത്ത് നിന്ന് ആ അമാനുഷികമാകുന്ന ഒരു ശക്തി പുറപ്പെട്ടു എന്ന് വിശ്വസിച്ച് അതിനെന്ത് ചെയ്യാണ്? ആരാധിക്കും. ഹനുമാനെ ആരാധിക്കുന്നവർ എങ്ങനെ ആരാധിക്കുന്നേ? സീതയെ തട്ടിക്കൊണ്ടുപോയി ലങ്കയിലേക്ക്, അല്ലേ രാവണൻ, അതാ കഥ പറയുന്നേ. അപ്പോൾ ലങ്കയിൽ പോയി, അതിനകത്തൊരു ശ്ലോകമുണ്ട്, ഒന്നിനു പോയവൻ 2ഉം കഴിഞ്ഞ് വെള്ളം തൊടാതെ തിരിച്ചു വന്നു. പണ്ട് നമ്മൾ പഠിച്ചൊരു പാട്ടാ. ഒന്നിനു പോയവൻ 2ഉം കഴിഞ്ഞ് വെള്ളം തൊടാതെ തിരിച്ചു വന്നു. തെറ്റിദ്ധരിക്കണ്ട, വേറൊന്നുമല്ല. സീതയെ കൊണ്ടുവരാൻ വേണ്ടി പോയവൻ അവിടെ ചെന്ന് ലങ്കയ്ക്ക് സീതയെ കൊണ്ടുവരിക മാത്രമല്ല, ലങ്കയ്ക്ക് തീയും കൂടി ഇട്ടിട്ട് വന്നു എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആശയങ്ങൾ, ചിന്തകളൊക്കെയാണ് അതിനകത്തുള്ളത്. ബഹുദൈവ വിശ്വാസമാണ് ഇവർക്കുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെ, ഏതെങ്കിലും ഒരു, അത് മൃഗമാകാം, പക്ഷികളാകാം, മരങ്ങളാകാം, മലകളാകാം, കുന്നുകളാകാം, നദികളാകാം, സമുദ്രങ്ങളാകാം, എന്തുമാകാം, അതിനെ മുൻനിർത്തിക്കൊണ്ട് ആരാധിക്കുന്ന. പാമ്പിനെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ്? പാമ്പിനെ ആരാധിക്കുന്നത് പാമ്പ് കടിച്ചാൽ മരണം ഉറപ്പാണ്.
അതിന് വിഷമുണ്ട്. അപ്പൊ ഞങ്ങളെ കടിക്കരുതേ, ഞങ്ങളെ ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് പാമ്പ്, ശരിക്കും പാമ്പ് തലയാട്ടുന്നത് പത്തി വിടർന്നത് എന്തിനാണെന്നറിയാമോ? മൂർഖൻ പാമ്പ് അല്ലെങ്കിൽ പാമ്പുകൾ മനുഷ്യൻ അതിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അത് പെട്ടെന്ന് ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടും അത് തല ഉയർത്തി നമ്മളെ നോക്കി നിൽക്കുന്നത് കാണാം, അല്ലേ? അത് എന്തിനാണെന്നറിയാമോ? സത്യത്തിൽ പാമ്പ്, ആ ഒരു ജീവി പറയണത് എന്നെ ഒന്നും ചെയ്യരുതേ, എന്നെ ഉപദ്രവിക്കരുതേ, ഞാൻ ജീവിച്ചു പൊക്കോട്ടെ എന്നാ പറയണത്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന്, നിങ്ങൾ എന്നെ ഒന്നും ചെയ്യരുതെന്നാ പറയുന്നത്. അത് സത്യം പറഞ്ഞാൽ അത് നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്യാണ്? കൈകൂപ്പുവാണ്. പക്ഷെ ആ പാമ്പിനെ ആരാധിക്കുന്നവരായി മാറി മനുഷ്യർ. കാരണം ഒരുപാട് പാമ്പുകളുള്ള നാട്ടിലൊക്കെ കിടക്കുന്ന സ്ഥലത്തും അവരുടെ പറമ്പിലും ഒക്കെ ഉള്ളപ്പോ അതിനെ കണ്ട് പേടിച്ച് ഭയപ്പെട്ട് അതിനെ ആരാധിക്കും. അപ്പൊ അതങ്ങനെ ഒരു ആരാധന വസ്തുവായി മാറി. ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു മതമാണ് യവനായ മതം. കേട്ടിട്ടില്ലേ? യഹൂദന്മാരുടെ കാലഘട്ടങ്ങളിൽ ഇസ്രായേലിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മതമാണ് യവനായ മതം. യവനായ ക്രിസ്ത്യാനികൾ, കൊരിന്ത്, ശമരിയ തുടങ്ങിയ പട്ടണങ്ങളിൽ അവര് പ്രപഞ്ചശക്തികളെയും പക്ഷിമൃഗാദികളെയും ദൈവമായി സങ്കല്പിച്ച് ആരാധിക്കുന്ന രീതി നിലനിന്നിരുന്നു. പ്രപഞ്ചശക്തികളെയും പക്ഷിമൃഗാദികളെയും ദൈവമായി സങ്കല്പിച്ച് എന്ത് ചെയ്യും? ആരാധിക്കും. അതുപോലെ തന്നെയാണ് കനാന്യര്, ഫെലിസ്ത്യര് ഈ രീതി അവരും അവലംബിച്ചിരുന്നു. ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തും, ഞാൻ പേര് പറയുന്നില്ല, അനേകർ ഇതുപോലെയുള്ള ആരാധനകളിൽ ഉൾപ്പെട്ടു നിൽക്കുന്നവരാണ്. ഞാൻ എൻ്റെ കണ്ണാൽ കണ്ടിട്ടുമുണ്ട്, നിങ്ങളും കണ്ടിട്ടുള്ളവരാണ്. പലരും ഒരു കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ള ആരാധനകളിൽ, അങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ ഉണ്ടായിരുന്നവരാണ്. പക്ഷെ ദൈവം നിങ്ങളെ ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുവാൻ വലിയൊരു ഭാഗ്യം തന്നു. ആമേൻ. നമ്മുടെ ദൈവം അത്ര ശ്രേഷ്ഠനായ ദൈവം. ഇതൊരു വലിയ ഭാഗ്യമുണ്ട്. ഇതിനകത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ദൈവിക, യഥാർത്ഥ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ പറ്റിയെന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് നമ്മൾ ഈ ഭാഗം പഠിച്ചാലാണ്, ഈ വിദ്യയായ അന്ധമായ വിശ്വാസങ്ങളും ആരാധനകളും പഠിച്ചാലേ നമുക്ക് അതിന്റെ മൂല്യം മനസ്സിലാകത്തുള്ളൂ. പ്രത്യേകിച്ച് അതിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നിട്ടുള്ളവർക്ക് കൂടുതൽ അറിയാൻ സാധിക്കും. അപ്പോൾ അവർ അങ്ങനെയുള്ള ആരാധനാ രീതികളിൽ നിലനിന്നവരും പ്രവർത്തിച്ചവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെയാണ്. അതിനെയാണ് ബഹുദൈവ വിശ്വാസം എന്ന് പറയുന്നത്. അതിൽപ്പെട്ടവരാണ് കനാന്യര്, യവനായ ആളുകൾ, യവനന്മാര്, കനാന്യര്, ഫെലിസ്ത്യര് തുടങ്ങിയവര്. മൂന്നാമത്തേത് ദ്വൈതവാദം. സർ ഒന്നുകൂടെ പറയോ? ദ്വൈതം. ദൈവം എന്നുള്ളതിന് പിന്നെ എന്നൊരു പദവിടെ ചേർത്താൽ മതി. ദ്വൈതം. ഞാൻ ആ ചാറ്റിലിട്ടേക്കാം. ഞാൻ ചാറ്റിലിട്ടിട്ടുണ്ട്, ചാറ്റിൽ വന്നിട്ടുണ്ട് ദ്വൈതവാദം. എന്താന്ന് മനസ്സിലായോ? ആ വാക്ക് തന്നെ കേട്ടിട്ട് എഴുതാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാ മനസ്സിലാവുന്നില്ലേ? ദ്വൈതവാദം. ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ട് എന്നാണ് അർത്ഥം. ദ്വൈതം രണ്ട്. അപ്പൊ ദ്വൈതവാദം എന്ന് പറഞ്ഞാൽ
രണ്ട് വാദങ്ങൾ. ഇനി ഒന്നുകൂടെ ഞാൻ എടുത്തു പറഞ്ഞാൽ, ദ്വൈതവാദ സിദ്ധാന്തം അല്ലെങ്കിൽ അനുസരിച്ച് നമ്മൾ പറയുമ്പോൾ ധർമ്മത്തിലും പ്രവൃത്തിയിലും, ഈ സിദ്ധാന്തം അനുസരിച്ച് ധർമ്മത്തിലും പ്രവൃത്തിയിലും പരസ്പര ഭിന്നങ്ങളായ രണ്ട് ശക്തികൾ, ഒരേ ശക്തിയല്ല, ഭിന്നങ്ങളായ ശക്തികൾ. മനസ്സിലായോ? പരസ്പര ഭിന്നങ്ങളായ ശക്തികൾ, പരസ്പര ഭിന്നം. പരസ്പര ഭിന്നങ്ങളായ ശക്തികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പറയാറുള്ള രണ്ട് ശക്തികളാണ് ദൈവവും സാത്താനും, അല്ലേ? ദൈവവും സാത്താനും. രണ്ട്, നന്മയും തിന്മയും. നന്മയും തിന്മയും. മൂന്ന്, ആത്മാവും പഞ്ചഭൂതങ്ങളും. ആത്മാവും പഞ്ചഭൂതങ്ങളും എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, ദൈവത്തിന്റെ ആത്മാവ്, മനുഷ്യന്റെ ആത്മാവ്, അതുപോലെ തന്നെയാണല്ലോ ഭൂതങ്ങളുടെ ആത്മാവ്, അല്ലേ? ദുരാത്മാവ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? പിന്നെ ചിലർ ദേഷ്യപ്പെടുമ്പോ ഇപ്പൊ ഏതാത്മാവില ദേഷ്യപ്പെടുന്നതെന്ന് അറിയത്തില്ല, ചിലർ വഴക്കുണ്ടാക്കുമ്പോ ഏതാത്മാവിലാന്ന് അറിയത്തില്ല. എല്ലാം പരിശോധിച്ചാൽ മതി, ആരും കൈവക്കണ്ട. എല്ലാം പരിശോധിച്ചാൽ മതി. ആത്മീയതയും ഭൗതികതയും. ആത്മീയതയും ഭൗതികതയും നാലാമത്തത്, അല്ലെ? ആത്മീയതയും ഭൗതികതയും. ഇരുട്ടും വെളിച്ചവും. ഇരുട്ട്, വെളിച്ചം, രണ്ട് ശക്തികൾ. അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് ശക്തികൾ ഈ പ്രപഞ്ചത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള രണ്ട് ശക്തികൾ പ്രപഞ്ചത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ദ്വൈതവാദ സിദ്ധാന്തം. ധർമ്മത്തിലും പ്രവൃത്തിയിലും പരസ്പര ഭിന്നങ്ങളായ രണ്ട് ശക്തികൾ. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു, 4-5 പോയിന്റ്. ഈ പ്രപഞ്ചത്തെ ഇങ്ങനെയുള്ള ശക്തികൾ എന്ത് ചെയ്യുന്നു? ഭരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവമക്കളായ നമ്മൾ വിശ്വസിക്കുന്നത് ദൈവമാണ് യഥാർത്ഥമായ ശക്തി, നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ശക്തി എന്ന് പറയുന്നത്. സകലത്തിന്റെയും കാരണഭൂതൻ ദൈവമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിനു മുകളിൽ ഒരു ശക്തിയില്ല എന്ന് നമ്മൾ, തിന്മ, സാത്താൻ, ഇരുട്ട് തുടങ്ങിയവ എല്ലാം ദൈവശക്തിക്ക് താഴെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇവര് പറയുന്നത് ഇത് രണ്ടും ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആശയം മനസ്സിലായോ? ഇവര് പറയുന്ന ധാരണ മനസ്സിലായോ? ഇവര് പറയുന്നത് ഇത് രണ്ടും ഈക്വൽ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ നമ്മൾ ദൈവമക്കൾ വിശ്വസിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളായി നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. ദൈവമാണ് പരമോന്നതകാരി, ദൈവമാണ് ഓൾ ഇൻ ഓൾ, ദൈവമാണ്, ദൈവത്തിന്റെ ശക്തിയാണ് ദ പവർഫുൾ. ബാക്കിയെല്ലാം അതിന് താഴെയാണ്. ഇനി അടുത്തത് നമ്മുടെ വളരെ നിങ്ങൾക്കെല്ലാം പരിചയമുള്ള വ്യക്തിയാണല്ലോ, നമ്മുടെ ഏറ്റവും സുപരിചിതനായ വ്യക്തിയായാണ്. അദ്ദേഹം എഴുതിയ സിദ്ധാന്തമാണ് പരിണാമ സിദ്ധാന്തം. കേട്ടിട്ടില്ലേ? പരിണാമ സിദ്ധാന്തം. ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം. അദ്ദേഹം ജനിച്ചത് 1809. 1809. ഇന്നാരും ഒരാൾ ക്ലാസ് കയറിയില്ലല്ലോ.
1809 ജനിച്ചു, 1882 മരിച്ചു. 1809 ജനിച്ചു, 1882 മരിച്ചു. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ്. ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ്. ആ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം. അതിനകത്ത് നമ്മൾ കാണുന്നത് പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ദൈവമല്ല പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് കാരണം, ഇത് പരിണമിച്ചുണ്ടായതാണ്. ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്ന്, ഏതെങ്കിലും ഒരു ചെറിയ മോളിക്യൂൾസിൽ നിന്ന്, പൊടിയിൽ നിന്ന്, അല്ലെങ്കിൽ ധൂളിയിൽ നിന്ന്, അല്ലെ മറ്റൊരു വസ്തുവിൽ നിന്നൊരു വസ്തുവിലേക്ക് പരിണമിച്ചുണ്ടായതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ യാത്രയിൽ സത്യത്തിൽ അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം ലോകം ചുറ്റി സഞ്ചരിച്ചു. ലോകം ചുറ്റി സഞ്ചരിക്കുന്ന സമയത്തും പല ദ്വീപുകളിൽ പോയി താമസിച്ചപ്പോഴൊക്കെ അദ്ദേഹം തന്റെ സിദ്ധാന്തങ്ങൾ എഴുതുന്നതിന് മുൻപ്, ഈ പരിണാമ സിദ്ധാന്തം എഴുതുന്നതിന് മുമ്പ് ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതി. അങ്ങനെ എഴുതിയ കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ ചെന്നപ്പോൾ അദ്ദേഹം കണ്ട വലിയ വലിയ ചിമ്പാൻസികളെ, മനുഷ്യക്കുരങ്ങുകളെ ഒക്കെ കണ്ടു. കുരങ്ങന്മാരുണ്ട്, മനുഷ്യക്കുരങ്ങുകളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ വന്നൊരു ചിന്തയാണ്, ഈ ചെറിയ കുരങ്ങ് അതിങ്ങനെ വലുതായി ഒരു മനുഷ്യനായി തീർന്നതായിരിക്കാം, ചിമ്പാൻസിനെയൊക്കെ കണ്ടപ്പം ആയിരിക്കാം എന്ന് അദ്ദേഹം. ശരിക്കും സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ, അദ്ദേഹം വലിയൊരു കടഭാരത്തിൽ കിടക്കുകയായിരുന്നു, ദാരിദ്ര്യത്തിൽ. ഒത്തിരി വിഷയങ്ങളൊക്കെ വന്ന് അദ്ദേഹം വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഒറ്റയ്ക്ക് താമസിക്കുക, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഈ സമയത്ത് അദ്ദേഹം ഈ ഒരു ചെറിയ പുസ്തകം എഴുതി, പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്ന ഞാൻ പേര് പറഞ്ഞിരുന്നല്ലോ, ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന പുസ്തകം അദ്ദേഹം സത്യത്തിൽ എഴുതി കുറച്ചു പേർക്ക് വായിക്കാൻ കൊടുത്തു. വായിച്ചവരെല്ലാം റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. ഇത് കിട്ടിയ യൂണിവേഴ്സിറ്റികൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും, ആ പുസ്തകം തന്നെ റീറൈറ്റ് ചെയ്ത് ഒന്നുകൂടെ അതിന് കുറച്ച് കൊഴുപ്പൊക്കെ കൂട്ടി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാലേ കുറച്ച് കൊഴുപ്പൊക്കെ കൂട്ടി, അങ്ങനെ അദ്ദേഹം അത് ആയിരക്കണക്കിന്, പ്രത്യേകിച്ച് അന്നത്തെ പുതുതലമുറയുടെ മുൻപിൽ ഇത് കേട്ടപ്പം കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കും അത്ഭുതമായി. കുരങ്ങ് പരിണമിച്ചു, അത് മനുഷ്യക്കുരങ്ങായി മാറി, ചിമ്പാൻസികളെ പോലെ അങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നു. അതിന്റെ ആ ഒരു പിക്ചറൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെ അദ്ദേഹം പൈസ ഉണ്ടാക്കാൻ വേണ്ടി, കടം വീട്ടാൻ വേണ്ടി, ദാരിദ്ര്യം മാറാൻ വേണ്ടി പുസ്തകം എഴുതി എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. ഇഷ്ടംപോലെ കാശായി. എല്ലാ ലൈബ്രറികളും അതിന്റെ കോപ്പികളായി, ആയിരക്കണക്കിന് കോപ്പികൾ അദ്ദേഹം. പക്ഷേ ഈ മനുഷ്യൻ കാലങ്ങൾക്ക് ശേഷം താൻ ഒരിക്കൽ സുഖമില്ലാതെ കിടക്കുമ്പോൾ തന്നെ കെയർ ചെയ്യാൻ വേണ്ടി വന്ന കെയർ ടേക്കർ ഒരു വിശ്വാസിയായിരുന്നു, ദൈവവിശ്വാസിയായ ഒരു നല്ല ദൈവത്തിലായിരുന്നു. ആ നേഴ്സ്, ആ സഹോദരി ഇദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ, സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ, ഇദ്ദേഹവുമായിട്ടുള്ള ഇടപെടലിൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ അവിടെ അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, താൻ പറഞ്ഞ താൻ സത്യത്തിൽ പണത്തിന് വേണ്ടി
ഇതിലൊരിക്കലും പുള്ളി സ്ഥാപിക്കുന്നില്ല ഇതാണ് സത്യമെന്ന് സ്ഥാപിക്കുന്നില്ല. ഇത് അങ്ങനെ ആയിരിക്കാം എന്ന് അനുമാനിക്കുന്നേ ഉള്ളൂ. അതില് അങ്ങനെ ആകാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അന്നത്തെ എന്റെ കടഭാരം കാരണം ഞാൻ അങ്ങനെ, പക്ഷെ അത് ഒരു തലമുറയെ മുഴുവൻ ഒരുപാട് ആളുകളെ തെറ്റിദ്ധാരണകളിലേക്കും ദൈവവിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. അദ്ദേഹം കിടപ്പിലായി പോയായിരുന്നു, വർഷങ്ങളോളം കിടപ്പിലായി. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ. അങ്ങനെ ആ കൂടെ ഉണ്ടായ ദൈവവിശ്വാസിയായ നേഴ്സ് ഒരു പ്രാർത്ഥന അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുന്നതും ഒക്കെ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിൽ, അവസാന സമയങ്ങളിലൊക്കെ അദ്ദേഹം മാനസാന്തരപ്പെട്ടു. പക്ഷെ ഇത് വായിച്ച കോടിക്കണക്കിന് ആളുകൾ ഇന്നും പരിണാമ സിദ്ധാന്തം വിശ്വസിക്കുന്ന സ്കൂളുകളിൽ പോലും, അല്ലെ, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചതല്ലേ, സ്കൂളുകളിൽ പോലും ഈ സിദ്ധാന്തം പഠിപ്പിക്കുന്നുണ്ട്. ഇന്നും ആളുകൾ തെറ്റിലേക്ക് നയിക്കുന്നുണ്ട്. സോ നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്കൊരു വലിയ മാറ്റം ദൈവം തന്ന യഥാർത്ഥ ദൈവത്തിൽ വിശ്വസിക്കാൻ ദൈവം ഭാഗ്യം. അതാണ് പരിണാമവാദം. അപ്പോൾ ഈ കാണുന്നതൊന്നും ശരിയല്ല, ദൈവം പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് കാരണഭൂതനല്ല എന്ന് അവർ വിശ്വസിക്കുന്നു. പരിണാമവാദ സിദ്ധാന്തം ദൈവത്തെ പാടെ തള്ളിക്കളഞ്ഞ നാസ്തിക്യത്തിലേക്ക് നയിക്കുന്നു. എന്തിലേക്ക് നയിക്കുന്നു? നാസ്തിക്യത്തിലേക്ക് നയിക്കുന്നു. ദൈവത്തെക്കുറിച്ച് പല ആളുകൾ പറഞ്ഞ കാര്യമാണ് 26 അല്ലേ. ഒരെണ്ണം കൂടെ നമുക്ക് പഠിക്കാം. 5-മത്തത് അദ്വൈതവാദം. അദ്വൈതവാദം, ദ്വൈതവാദം നമ്മൾ നേരത്തെ എഴുതിയില്ലേ, അതിന്റെ തൊട്ടു മുൻപ് ആ എന്നുകൂടെ ചേർത്താൽ മതി. അദ്വൈതവാദം, ദ്വൈതവാദം, അദ്വൈതവാദം. അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ശങ്കരാചാര്യരാണ്. ആരാണ്? ശങ്കരാചാര്യർ. 750 750 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ശങ്കരാചാര്യരാണ്. അദ്ദേഹം പറയുന്നത് ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി കേട്ടിട്ടുണ്ടോ? തത്വം അസി എന്നീ തത്വത്തിൽ അധിഷ്ഠിതമാണ് അദ്വൈതവാദം. എന്ന് പറഞ്ഞാൽ ഞാനാണ് ബ്രഹ്മം, ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെയാണ്, ഞാനല്ലാതെ രണ്ടാമതൊരു ദൈവമില്ല എന്ന ചിന്തയാണ് ഇതിലുള്ളത്. ഈ സിദ്ധാന്തം അനുസരിച്ച് സൃഷ്ടാവായ ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ സൃഷ്ടിയായ, അത് മനുഷ്യനാകാം, മറ്റെന്തെങ്കിലും വസ്തുക്കളാകാം, ആ സൃഷ്ടിയെ ദൈവമായി കണക്കാക്കുവാൻ ശ്രമിക്കുക. മനസ്സിലായോ? സൃഷ്ടാവിന് സ്ഥാനം കൊടുക്കാതെ സൃഷ്ടി എന്ത് ചെയ്യണം എന്ന് പറയാൻ, ഞാനാണ് ബ്രഹ്മം ആണ് ബ്രഹ്മ. അതെ, ഒരുപാട് ആളുകളില്ലേ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ വായിച്ചായിരിക്കും അല്ലേ, മേജർ രവിയുടെയും അതുപോലെ വേറൊരു മനുഷ്യനും ഈ റീസെന്റ് മോഹൻലാലിന്റെ അതുപോലെ വേറെ ആരൊക്കെയുമായിട്ട് എന്തൊക്കെയോ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് എല്ലാം എനിക്ക് വ്യക്തമായില്ല, നിങ്ങൾ ന്യൂസിൽ വായിച്ചു കാണാം. അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ആ കൊട്ടേഷൻ വായിച്ചപ്പോ എങ്ങനെയാണ്, എന്റെ പിതാവ് ഒരു ബ്രഹ്മജ്ഞാനിയായിരുന്നു, എന്റെ വല്യപ്പനും ഒരു ബ്രഹ്മാസ്മി ആയിരുന്നു, പിന്നെ ഞാൻ എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവര് കല്യാണം കഴിക്കാറില്ല, അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല, പിന്നെ ഞാൻ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കും. ന്യൂസ് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു, ഫേസ്ബുക്കിൽ റീൽസിലെല്ലാം ഉണ്ട്. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട്. അപ്പൊ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറയുകയത്, അപ്പോൾ ഈ സിദ്ധാന്തം അനുസരിച്ച് ദൈവത്തിന് സ്ഥാനം നൽകാതെ സൃഷ്ടിയെ ദൈവമായി കണക്കാക്കുവാൻ ഇവർ ശ്രമിക്കുകയാണ്. അതാണ് അദ്വൈതവാദം. അപ്പോൾ ഈ വാദം അനുസരിച്ച് അഹം ബ്രഹ്മാസ്മി, തത്വം അസി എന്നീ തത്വത്തിൽ അധിഷ്ഠിതമായ അദ്വൈതവാദം. ഞാനാണ് ബ്രഹ്മം, ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെയാണ്. ഇതൊക്കെയാണ് ഇവർ വിശ്വസിക്കുന്നത്. ജീവാത്മാവും പരമാത്മാവും ഒക്കെ ഒന്നാണോ? എല്ലാം വ്യത്യസ്തമാണ്. ജീവാത്മാവ് വേറെ, പരമാത്മാവ് വേറെ.
ദൈവമാണ് പരമാത്മാവ്. ജീവൻ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ജീവാത്മാവുള്ളവരാ. അത് നിത്യമായ ജീവൻ നൽകുന്ന ദൈവമാണ്, അല്ലേ? വിശുദ്ധ വേദപുസ്തകം അനുസരിച്ച് ഇത് നമ്മൾ വിശ്വസിക്കുന്നില്ല. സൃഷ്ടാവായ ദൈവത്തിനാണ് നമ്മൾ പൂർണ്ണ സ്ഥാനം കൊടുക്കുന്നത്. ആ ഒരു വെളിപ്പാടൊക്കെ നമുക്ക് കിട്ടി. ഇത്രയും പ്രശസ്തനായ അറിയപ്പെടുന്ന ശങ്കരാചാര്യര് അദ്ദേഹം ഈ സിദ്ധാന്തത്തിന് ഉപജ്ഞാതാവായി എഴുതി വച്ചിരിക്കുകയാണ്. പക്ഷെ അറിവുണ്ടെങ്കിലും ജ്ഞാനമുണ്ടെങ്കിലും അത്രയൊന്നും പബ്ലിസിറ്റി നമുക്കില്ലെങ്കിലും നമ്മൾ സാധാരണക്കാരാണെങ്കിലും യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ആ വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ വ്യക്തികൾ പറഞ്ഞിരിക്കുന്ന 5 വിധത്തിലുള്ള ദൈവത്തെ പറ്റി മനസ്സിലാക്കിയ അല്ലെ ദൈവത്തെ പറ്റി പറയുന്ന 5 വിധത്തിലുള്ള സിദ്ധാന്തങ്ങളാണ് നമ്മൾ പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക്